അപ്പം നമ്മൾ ഇപ്പോൾ സൂതനിലെത്തി നിൽക്കുക. അതെ, സൂതൻ എന്ന ശബ്ദത്തിന് കഥ പറയുന്നവൻ എന്നൊരർത്ഥമുണ്ട്. തേരാളി, രഥം തെളിക്കുന്നവൻ എന്നും ഒരർത്ഥമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രധാനം, നമ്മളിപ്പോൾ കഥ പറയുന്ന കാര്യമാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിൽ സൂതൻ എന്ന ശബ്ദത്തിന് കഥ പറയുന്ന ആൾ, അയാൾക്കുള്ള ഒരു സാമാന്യ നാമമാണ് സൂതൻ. ആര് കഥ പറയുന്നു അവൻ സൂതൻ. അതായത് പഴംപൊരി, ബോണ്ട, പരിപ്പുവട, പപ്പടവട, ഉഴുന്നുവട, ഉള്ളിവട മുതലായി എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന കടികൾക്ക് എണ്ണക്കടികൾ എന്നൊരു പേര്, ഒരു സാമാന്യനാമം. മറ്റത് വിശേഷനാമം ഉഴുന്നുവട, അത് എണ്ണക്കടിയാണ്. അത് എണ്ണക്കടി എന്ന് പേര് വന്നതുപോലെ കഥ പറയുന്ന ആളുകൾക്കുള്ള ഒരു സാമാന്യ സംജ്ഞ, കോമൺ നൗൺ, കോമൺ നെയിം, അതാണ് എന്ത്? സൂതൻ. അതെ, സൂതൻ ഈസ് വൺ ഹു നരേറ്റ്സ് സ്റ്റോറീസ്. ആരാണോ കഥ, സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്, നരേറ്റ് ചെയ്യാച്ചാൽ പറയുക, നരേറ്റ് ചെയ്യാൻ കഴിവുള്ളവനാണല്ലോ നരൻ. നരൻ്റെ ഏഷണിയാണല്ലോ നരേഷൻ. ഓൺലി നരൻ ക്യാൻ നരേറ്റ്, വാനരൻ കനോട്ട് നരേറ്റ്. അതെ, നരേറ്റ് ചെയ്യാൻ, പറയാൻ നരന് മാത്രമേ കഴിവുള്ളൂ, മനുഷ്യന് മാത്രമേ കഴിവുള്ളൂ. വാനരന് പറയാനുള്ള കഴിവില്ല. പറയാൻ കഴിവുള്ള അപൂർവം വാനരന്മാരിൽ ഒരാളാണ് ഹനുമാൻ. ഹനുമാൻ, അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് പറയാനുള്ള കഴിവുണ്ട് മാത്രമല്ല, അദ്ദേഹം അസാധ്യ വാഗ്മിയാണ്. അത് നിൽക്കട്ടെ. എന്തായാലും കഥ പറയുന്ന ആളെയാണ് നമ്മൾ സൂതൻ എന്ന് പറയും. എവിടുന്ന് ഈ സൂതന്മാരുണ്ടായേ എന്ന് ചോദിച്ചാൽ, കൃതയുഗത്തിൽ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെയാണല്ലോ 4 യുഗങ്ങൾ. അതിൽ കൃതയുഗത്തിൽ പൃഥു എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഒരാൾ, അദ്ദേഹം പൈതാമഹ യജ്ഞം, ഒരു യജ്ഞം നടത്തി. ആ പൈതാമഹൻ എന്ന് പറഞ്ഞ പിതാമഹനെ സംബന്ധിച്ചത്. അതെ, പിതാമഹൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ഒരു യജ്ഞം, ബ്രഹ്മാവിന് വേണ്ടി ഉദ്ദേശിച്ചൊരു യജ്ഞം നടത്തി. അപ്പോൾ മഹാവിഷ്ണു അവിടെ ഒരു സൂതനായിട്ട് അവതരിച്ചു. അതായത് സർവശാസ്ത്ര പ്രവക്താവ്. അതായത് കഥ പറയാച്ച വെറുതെ അങ്ങോട്ട് കഥ പറയണ ആളെന്ന് പറഞ്ഞാൽ പോരാ. ഒരു കഥ എഴുതണമെങ്കിൽ, ആ കഥ പറയണമെങ്കിൽ, ഒരു നോവൽ എഴുതണമെങ്കിൽ, അത് പറയണമെങ്കിൽ, ഒരു നാടകം എഴുതണമെങ്കിൽ, അത് അഭിനയിക്കണമെങ്കിൽ, ഒരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെങ്കിൽ, അത് അഭിനയിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യങ്ങൾ അറിയാത്തവൻ പുറപ്പെട്ടാൽ സിനിമ ഉണ്ടാവില്ല, വേറെ ചിലതുണ്ടാവുക. നാടകം ഉണ്ടാവില്ല, വേറെ ചിലതുണ്ടാവുക. അതെ, അതേപോലെ അപ്പോൾ സർവശാസ്ത്ര പ്രവക്താവ്, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്ന ആളും, സൽഗുണസമ്പന്നനും ധർമ്മിഷ്ഠനും വാഗ്മിയും ആയിട്ടുള്ളൊരു സൂതനായിട്ട് മഹാവിഷ്ണു മായാരൂപം കൈക്കൊണ്ടു അത്രേ. ഇത് കൃതയുഗത്തിൽ നടന്നതാണ്. ഈ മഹാവിഷ്ണു മായാരൂപം കൈക്കൊണ്ട സൂതൻ തന്നെയാണ് ദ്വാപരയുഗാവസാനത്തിൽ സൂതനായിട്ട് ജനിച്ചത്. ആ സൂതൻ്റെ പേര് രോമഹർഷണൻ. രോമഹർഷണൻ അല്ലെങ്കിൽ ലോമഹർഷണൻ, മാറി മാറി ഉപയോഗിക്കും. ലോമഹർഷണൻ എന്നും പേരുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പേര് വരാനും ഒരു കാരണമുണ്ട്. അതെ, എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ രോമഹർഷണൻ എന്ന് പറയുന്ന സൂതൻ, കഥ പറയുന്ന ആള്, വേദവ്യാസ മഹർഷിയിൽ നിന്നാണ് ഇത് അഭ്യസിച്ചത്. വേദവ്യാസ മഹർഷി പറയുന്ന കഥകൾ കേട്ട്, അത് മഹാഭാരതം മുതലായ കഥകളൊക്കെ കേട്ട്, അദ്ദേഹം രചിച്ച കഥകൾ കേട്ട് സൂതന് രോമഹർഷണ്ടായി. അതെ, ഹോറിപ്പിലേഷൻ, രോമകൂപം തോറും രോമം അങ്ങനെ എനിക്ക്. അതുകൊണ്ട് ലോമഹർഷണൻ. പുരാണകഥകൾ ഗുരുവായ വ്യാസൻ പറയുന്നത് കേട്ട് രോമഹർഷണം ഉണ്ടായ ആൾ എന്ന ഒരർത്ഥം. പിന്നെ ഇദ്ദേഹം ഈ കഥകളൊക്കെ പഠിച്ച് അദ്ദേഹം അത് ജനങ്ങളോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കഥകൾ കേട്ട് ജനങ്ങൾക്ക് രോമാഞ്ചമുണ്ടായി. അങ്ങനെയും രോമഹർഷണൻ അല്ലെങ്കിൽ ലോമഹർഷണൻ എന്ന് പേര് വന്നു. അപ്പം കഥ കേട്ട് രോമാഞ്ചമുണ്ടായാൾ എന്ന അർത്ഥത്തിൽ ലോമഹർഷണൻ, കഥ പറഞ്ഞ് മറ്റുള്ളവർക്ക് രോമാഞ്ചമുണ്ടാക്കിയ ആൾ എന്ന അർത്ഥത്തിൽ ലോമഹർഷണൻ എന്ന് പേര് വന്നു.
അതാണ് നമ്മുടെ സൂതൻ. ആ സൂതൻ്റെ മകൻ, ഈ ലോമഹർഷണൻ്റെ മകൻ, അയാൾ സൂതൻ തന്നെയാണ്. അയാളുടെ ധർമ്മവും കഥ പറയുക എന്നുള്ളത് തന്നെയാണ്. ഉഗ്രശ്രവസ് എന്നാണ് പേര്. ലോമഹർഷണൻ്റെ മകൻ ഉഗ്രശ്രവസ്. ഈ ഉഗ്രശ്രവസ്സാണ് അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നൈമിഷാരണ്യം. ഇപ്പം സൂതൻ്റെ കഥ 2 പദങ്ങൾ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിഷ്കർഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അതെ, അതിൽ സൂതൻ ഇപ്പം എന്താണെന്ന് മനസ്സിലായി. അതെ, സൂതൻ എന്താണെന്ന് മനസ്സിലായി. ഇനിയുള്ളത് സൂതനെ സംബന്ധിച്ച് ഒരു വസ്തുത കൂടി പറയാൻ ഉള്ളത്, പഴയ കാലത്തൊക്കെ ചാതുർവർണ്ണ്യം ആയിരുന്നല്ലോ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആ കാലത്ത് രൂപപ്പെട്ടൊരു കോൺസെപ്റ്റാണ്, ഒരു സങ്കല്പമാണ് ഈ സൂതൻ. അതൊരു ജാതി. സൂതൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീക്ക് ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിലുണ്ടായ സന്താന പരമ്പരകളാണ് ഈ സൂതന്മാർ. ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ആൾ, ആ കുലത്തിൽപ്പെട്ട ആൾക്ക്, ക്ഷത്രിയ എന്ന വർണ്ണത്തിൽപ്പെട്ട ആൾക്ക് ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ട സ്ത്രീയിലുണ്ടായ സന്താനമാണ് ഈ സൂതൻ. അത് ജാതിപരമായി ചിന്തിക്കുമ്പോൾ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി എന്താണ്, എവിടെ വെച്ചാണ് ഈ സൂതനാണ്, അതായത് മഹാവിഷ്ണു ആദ്യത്തെ സൂതൻ്റെ മായാരൂപം കൈക്കൊണ്ടു. ആ സൂതൻ അത് കൃതയുഗത്തിലാണ് ഉണ്ടായത്. ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലാണ് മഹാഭാരതം സംഭവിക്കുന്നത്. അവിടെ ഈ ഉഗ്രശ്രവസ് എന്ന പേരിൽ, അല്ല, ലോമഹർഷണ എന്ന പേരിൽ ഈ സൂതൻ വീണ്ടും വന്നു, അവതരിച്ചു. ആ സൂതൻ്റെ മകനാണ് മറ്റേ രോമഹർഷണൻ, അല്ലെങ്കിൽ ലോമഹർഷണൻ്റെ മകനാണ് ഉഗ്രശ്രവസ്. അദ്ദേഹം നൈമിഷാരണ്യത്തിലേക്ക് ചെന്നു. അവിടെയാണ് ഈ കഥകളൊക്കെ പറയുക. മഹാഭാരതം പറഞ്ഞത് നൈമിഷാരണ്യത്തിൽ വെച്ചാണ്, മഹാഭാഗവതം പറഞ്ഞത് നൈമിഷാരണ്യത്തിൽ വെച്ചാണ്. എന്താ ഈ നൈമിഷാരണ്യം? സൂതെന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലായി. നൈമിഷാരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നൈമിഷാരണ്യം എന്നും പറയുന്നുണ്ട്, നൈമിഷാരണ്യം എന്നും ഷാന്നും പറയുന്നുണ്ട്, ഷാന്നും പറയുന്നുണ്ട്. ഷാന്ന് പറയുമ്പോൾ നൈമിഷാരണ്യം, ഷാന്ന് പറയുമ്പോൾ നൈമിഷാരണ്യം, രണ്ടും ശരിയാത്ര. എന്താണ് ഈ നൈമിഷാരണ്യം? ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ചക്രം കൊണ്ട് അസുരന്മാരെ നിമിഷാന്തര മാത്ര കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ആ സ്ഥലമാണത്ര നൈമിഷാരണ്യം. ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ചു. നിമിഷാന്തരം എന്നാണ്, ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് വയ്ക്കുക. അതാണ് നൈമിഷാരണ്യം. പിന്നെ നൈമിഷാരണ്യം, ഷാണ്ട് ഷാണ്ട് രണ്ട് ശരിയാ. അപ്പം നൈമിഷാരണ്യത്തിൻ്റെ അർത്ഥം കിട്ടി. ഇനി എന്താണ് നൈമിഷാരണ്യം? അതിനൊരു ചെറിയ കഥ അതിൻ്റെ പിന്നിലുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ, കുറച്ച് മുനിമാർ എന്ത് ചെയ്തു, അവർക്ക് ഈ കലിയുഗം ഏതാണ്ട് വരാൻ പോവുക, അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കലിയുടെ ശല്യം ഇല്ലാണ്ട്, കലിയുഗം എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിന് കലി ബാധിച്ച കാലം എന്നാണ്. അതെ, യുഗസ്ഥിതിവിശേഷ എന്നൊരർത്ഥമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ഥിതിക്കാണത്ര കലിയുഗം എന്ന് പറയണം. ആർത്തി പിടിക്കുക, എന്ത് കിട്ടിയാലും മതിയാവില്ല, എത്ര കാശ് കിട്ടിയാലും മതിയാവില്ല, എത്ര ഭോഗിച്ചാലും മതിയാവില്ല, എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല, എത്ര ആളെ പറ്റിച്ചാലും മതിയാവില്ല, എത്ര യുദ്ധം ചെയ്താലും മതിയാവില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ കലി ബാധിച്ചിട്ട് അവൻ്റെ മനസ്സിലെ ദൈവീകമായ നല്ല അംശങ്ങൾ മുഴുവൻ ഈ കലി കീഴടക്കി അവനെ കൊണ്ട് അക്രമ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയുണ്ട്. അതാണത്ര യുഗം. യുഗസ്ഥിതിവിശേഷ എന്നർത്ഥമുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ കലിയുഗം വരും മുമ്പ് മഹർഷിമാർക്ക് സമാധാനമായിട്ടിരുന്ന് തപസ് ചെയ്യണം. ഈ വക ശല്യങ്ങൾ, മഹർഷിമാരൊക്കെ കാട്ടില്ല. അപ്പം ഈ വക ശല്യങ്ങളില്ലാണ്ട് ഞങ്ങൾക്കൊന്ന് തപസ് ചെയ്യാനുള്ളൊരു സ്ഥലം അങ്ങൊന്ന് നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ച് കുറച്ച് മഹർഷിമാർ എന്ത് ചെയ്തു, ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അതിന് നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. എന്നിട്ട് എന്താ ചെയ്തതെന്നല്ലേ കാണാം.